പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ദിവ്യകാരുണ്യനാഥൻ ഈ വർഷം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ദിവ്യപ്രകാശം കൊണ്ട് നിറയ്ക്കട്ടെ. സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലായിരിക്കട്ടെ. അവിടുത്തെ സ്നേഹത്തിൻ്റെ വലയം നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ദിവ്യദൂതന്മാരുടെ സംരക്ഷണം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാട്ടോ. 2026 നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. പുതിയ വർഷമല്ലേ, എല്ലാറ്റിനും നമുക്ക് നന്ദി പറയാട്ടോ. വലതുകരം ഉയർത്തിയെന്ന് പറയാമോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതോടൊപ്പം ഇന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കണം. എന്നിട്ട് കർത്താവിൻ്റെ കൃപ ചോദിക്കണം. കർത്താവെ, ഞാനെടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം അങ്ങയുടെ കൃപ തരാൻ, എങ്കിലേ നമുക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ലൂക്കാ 19 സക്കേവൂസ് ഈശോയുടെ മുന്നിൽ നിന്നൊരു തീരുമാനം എടുത്തില്ല. കർത്താവെ, ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. ആ തീരുമാനം എടുക്കുക. തീരുമാനത്തിലേക്ക് കർത്താവിൻ്റെ കൃപ വന്നു, അവനത് ചെയ്യാൻ പറ്റി. ലൂക്കാ 15 നമ്മൾ കാണും, ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കലേക്ക് തിരികെ പോകാമെന്നൊരു തീരുമാനം എടുത്തു. ഒന്ന് തീരുമാനം എടുക്കണം. പള്ളിയിൽ പോകാൻ മടിയുള്ളവരും ഈശോയെ ആരാധിക്കാൻ മടിയുള്ളവരും തലകൊണ്ട് ചിന്തിച്ച് വല്ലാതെ അന്ധകാരം നിറഞ്ഞ വ്യക്തികളൊക്കെയാണ് നമ്മളെങ്കിൽ ഈ വർഷം തീരുമാനം എടുക്കണം. ഈ ധൂർത്തപുത്രൻ്റെ പോലെ ഈശോയിലേക്ക് തിരികെ പോകണം. പാപമൊക്കെ ഉപേക്ഷിച്ച് നന്മയുടെ വഴിയിൽ, വിശുദ്ധിയുടെ വഴിയിലേക്ക് പോകണം. മദ്യപാനവും മറ്റ് അശുദ്ധികളും ജഡിക പാപങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരികെ പോകാമെന്നുള്ളൊരു തീരുമാനം എടുക്കണം. യോഹന്നാൻ 8 വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവളൊരു പുതിയ തീരുമാനം എടുത്തു. ഇനി പാപവഴികളിലേക്കില്ല. അതുപോലൊരു തീരുമാനം എടുക്കാൻ കഴിയട്ടെ. ഈ തീരുമാനങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപ വരട്ടെ. ഒരിക്കൽ കൂടി ഈശോയോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഹാപ്പി ന്യൂ ഇയർ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.